കഥയെ ആരംഭിക്കുന്നത് ഡാസിയാങ് എന്ന യുവാവിനെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. അവനൊരു ചൂതുകളി കേന്ദ്രത്തിലിരുന്ന് മാജോങ് എന്ന് വിളിപ്പേരുള്ള ഒരു ചൂതുകളി നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. എങ്ങനെയും വിജയിക്കാൻ തന്റെ കൂട്ടുകാരൻ ഡോങ്സിയുടെ ഒപ്പം ചേർന്ന് ചില കള്ളക്കളികളും അവൻ നടത്തുന്നുണ്ടായിരുന്നു. ഇതിൽ കളിച്ചിരുന്നതാകട്ടെ അല്പം പ്രായമേറിയ ഒരു ദമ്പതികളാണ്. വളരെ പെട്ടെന്ന് തന്നെ ഇവരുടെ ആ തട്ടിപ്പ് അവർക്ക് മനസ്സിലായി. അവർ ഉടനടി ആ ക്ലബ് ഓണറെ വിളിച്ചു. ടൈഗർ എന്നായിരുന്നു ആ ഗാംബ്ലിംഗ് ഹൗസ് ഓണറുടെ പേര്. ടൈഗർ അവരെ പിടികൂടി കഠിനമായ ഒരു ശിക്ഷ തന്നെ കൊടുത്തു. ഒരു ദിവസം മുഴുവൻ തലമാത്രം പുറത്തു കാണത്തക്ക രീതിയിൽ തന്റെ ആളുകൾ ഉപയോഗിച്ച് ടൈഗർ അവരെ മണ്ണിൽ കുഴിച്ചിട്ടു. അതും അവിടെ തൊട്ടടുത്തുള്ള ഒരു സെമിത്തേരിയുടെ അടുത്ത്. പക്ഷെ ഇതൊക്കെ നടക്കുമ്പോ അവർക്കാർക്കും തന്നെ ഒരു കാര്യം അറിവുണ്ടായിരുന്നില്ല. ആ സെമിട്രിയുടെ താഴ്ഭാഗത്തുകൂടി ഒരു എക്സ്കവേഷൻ, ഒരു ഖനന പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുകയാണെന്ന്. മിസ്റ്റർ സാമൻ എന്നു പേരുള്ള ഒരു വ്യക്തിയുടെ നിർദ്ദേശപ്രകാരം ഒരുപറ്റം വർക്കേഴ്സ് അവിടെ ഒരു തുരങ്കം പോലെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ ഭാഗത്തെവിടെയോ ഒരു മെറ്റിയോർ ക്രേറ്റർ ഉണ്ട്. അത് കണ്ടെത്താനാണ് അവരുടെ ശ്രമം. മെറ്റിയോർ ക്രേറ്റർ എന്ന് പറഞ്ഞാൽ ഉൽക്കാശില. തുരങ്ക നിർമ്മാണവും ഖനനവും മുമ്പിലേക്ക് പോകുമ്പോ മൊത്തത്തിൽ ആ പ്രദേശമാകെ കുലുങ്ങുന്നുണ്ടായിരുന്നു. അപകടമാണ് എന്ന കാര്യം സാമനെടുക്കൽ അവിടുത്തെ പ്രധാന സൂപ്പർവൈസർ റിപ്പോർട്ട് ചെയ്തു. പക്ഷേ നിർത്തരുത്, മുമ്പോട്ടേക്ക് തുരക്കൂ എന്നായിരുന്നു സാമന്റെ നിർദ്ദേശം. ഏറ്റവും ഒടുവിൽ തുരന്ന് ആ സംഘം ക്രേറ്ററിന്റെ തൊട്ടടുത്തെത്തി. പക്ഷെ ആ വിജയം അധികനേരം നീണ്ടുനിന്നില്ല. പെട്ടെന്ന് അവിടുത്തെ ഭൂമി കുലുങ്ങി. തുരങ്കത്തിൽ നിന്ന് സാമനും മറ്റുള്ളവരും പുറത്തു കടന്നു. മുകളിൽ നിന്ന് മണ്ണിടിച്ചിലുണ്ടായി താഴേക്ക് പതിക്കാൻ ആരംഭിച്ചു. ഇതേ സമയം മണ്ണിൽ കുഴിച്ചിട്ടിരുന്ന ഡാസിയാങ്ങും ഹ്യൂഗയും നേരെ താഴേക്ക് പതിക്കാൻ തുടങ്ങിയിരുന്നു. അവരുടെ കാലിനടിയിലുണ്ടായിരുന്ന മണ്ണായിരുന്നു ഒലിച്ചുപോയത്. ഡാസിയാങ് ചെന്ന് വീണതാകട്ടെ കൃത്യമായി ആ ഉൽക്കാശിലയുടെ മുകളിലേക്കുമാണ്. അവനതിലേക്ക് വീണതിന്റെ തൊട്ടു പിന്നാലെ അത്ഭുതകരമായ ഒന്ന് സംഭവിച്ചു. അവന്റെ ഉള്ളിലെ ഓർഗൻസിനും മറ്റും പ്രത്യേക ശക്തി കൈവന്നു. എന്തായാലും ഒന്നും സംഭവിച്ചിട്ടില്ലാത്ത പോലെ അവരിരുവരും വീടുകളിലേക്ക് പോന്നു. അടുത്ത ദിവസം പുലർച്ചെ ഒരു ലേഡിയുടെ വിളി കേട്ടാണ് ഡാസിയാങ് എഴുന്നേറ്റ് ചെന്നത്. നോക്കുമ്പോ പുറത്ത് ഒരു പെൺകുട്ടി വന്ന് നിൽക്കുന്നു. അവരുടെ വീടിന്റെ ലോക്ക് കംപ്ലൈന്റ് ആയെന്നും അത് നന്നാക്കാൻ വരണമെന്നും ആവശ്യപ്പെടാനാണ് അവരെത്തിയിരിക്കുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശരിയാക്കുന്ന അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട മെക്കാനിക്കാണ് അവൻ. ആ പെൺകുട്ടിയെ കണ്ടതും അവന് വല്ലാത്ത താല്പര്യം തോന്നി. അവൻ ആ പെൺകുട്ടിയെ നോക്കി നിൽക്കെ അവന്റെ മൂക്കിൽ നിന്നൊക്കെ രക്തം ഇറ്റുന്നുണ്ടായിരുന്നു. പക്ഷെ ആ പെൺകുട്ടിയാകട്ടെ ഒരു പരിധി കൂടുതൽ അവരെ അങ്ങ് ശ്രദ്ധിച്ചില്ല. സാധനം വാങ്ങി അവിടെ നിന്ന് അവരുടെ വീട്ടിലേക്ക് പോയി. അവൾ അവിടെ നിന്ന് പോയതും പെട്ടെന്ന് ഡാസിയാങ്ങിന്റെ ഹൃദയമിടിപ്പ് കൂടാൻ തുടങ്ങി. അത്ഭുതകരമായ ഒന്ന് സംഭവിച്ചു. അവന്റെ ശരീരം മാഞ്ഞു പോകാൻ ആരംഭിച്ചു. അവൻ നേരെ കണ്ണാടിക്ക് മുമ്പിൽ ചെന്ന് നോക്കുമ്പോ വസ്ത്രം മാത്രമേ കാണുന്നുള്ളൂ. അവന്റെ ശരീരം കാണാനേയില്ല. അവൻ അപ്രത്യക്ഷനായി മാറിയിരിക്കുന്നു. വല്ലാതെ പാനിക്കായി ഭയന്ന അവൻ നേരെ ഡോങ്സിയെ കാണുവാൻ വേണ്ടി ഓടി. ഡോങ്സി ഉറങ്ങുകയായിരുന്നു. അവനെ തട്ടി വിളിച്ചെഴുന്നേൽപ്പിച്ചു. വസ്ത്രം മാത്രമുള്ള ഒരു രൂപം തന്റെ മുമ്പിൽ നിൽക്കുന്ന കണ്ട് ഡോങ്സി ഭയന്നുപോയി. ഡാസിയാങ് ഡോങ്സിയോട് സംസാരിച്ചു. അത് താനാണെന്നും എന്താ ഇങ്ങനെ സംഭവിച്ചത് എന്ന് തനിക്കറിയില്ലെന്നുമൊക്കെ അവനെ പറഞ്ഞ് മനസ്സിലാക്കി. സംസാരമധ്യേ തനിക്ക് ഈ പ്രശ്നങ്ങളൊക്കെ ആരംഭിച്ചതും മറ്റും തലേന്ന് തങ്ങൾ ആ കുഴിയിലേക്ക് വീണതിന് ശേഷമാണ് എന്ന തരത്തിൽ ഡാസിയാങ് മനസ്സിലാക്കി. പക്ഷേ പേടിമാറി പെട്ടെന്ന് കാര്യങ്ങൾ മറ്റൊരു വഴിയിലേക്ക് തിരിഞ്ഞു. ഡോങ്സി പറഞ്ഞു, നോക്ക്, നീ ഇപ്പൊ ഒരു സൂപ്പർ ഹീറോ ആയി മാറിയിരിക്കുവല്ലേ. നീ അപ്രത്യക്ഷനാ. നിനക്ക് എന്ത് വേണമെങ്കിലും ഇപ്പോ ചെയ്യാൻ പറ്റും. അത് തരക്കേടില്ലല്ലോ എന്ന് ഡാസിയാങ്ങിനും തോന്നി. ഒട്ടും മടിച്ചില്ല. അവൻ തന്റെ വസ്ത്രം കൂടി ഊരിക്കളഞ്ഞു. പൂർണ്ണമായി അപ്രത്യക്ഷനായി. പിന്നാലെ ഡോങ്സിയെയും കൂട്ടിക്കൊണ്ട് ടൈഗറിന്റെ ഗാംബ്ലിംഗ് ഹൗസിലേക്ക് പോയി. ടൈഗർ തലേന്ന് തങ്ങളെ അങ്ങനെ ശിക്ഷിച്ചതാണല്ലോ, അവര് തന്നെ ആദ്യത്തെ പണിയിരിക്കട്ടെ എന്ന മട്ടിലായിരുന്നു ആ പോവൽ. ചെന്നപാടെ ഡോങ്സി ടൈഗറെ ഒരു ബില്ലിയാർഡ്സ് ഗെയിമിന് വെല്ലുവിളിച്ചു. വൈകാതെ കളി ആരംഭിച്ചു. പ്രത്യേകിച്ച് പറയണ്ടല്ലോ, അത്ഭുതകരമായ ഷോട്ടുകളായിരുന്നു പിന്നീട് ഡോങ്സിയിൽ നിന്ന് പുറത്തു വന്നത്. സംഭവം എന്തെന്നാൽ അപ്രത്യക്ഷനായ ഡാസിയാങ് കൂടെയുണ്ടല്ലോ. ബോളുകളൊക്കെ അവൻ കയ്യിലെടുത്ത് കൃത്യമായി പോക്കറ്റിലിടുകയായിരുന്നു. പിന്നെ അങ്ങോട്ടേക്ക് ഡാസിയാങ് തന്റെ കഴിവ് വെച്ച് പല കാര്യങ്ങളും ചെയ്യാൻ തുടങ്ങി. പോക്കറ്റടിക്കാരെ പേടിപ്പിച്ചോടിക്കുക, അവരുടെ മോഷണം തടയുക, തെന്നി വീഴാൻ പോയ റെസ്റ്റ് റൂം അറ്റൻഡന്റിനെ സേവ് ചെയ്യുക, അങ്ങനെ പല കാര്യങ്ങളും അവൻ ചെയ്തിരുന്നു. പക്ഷെ അന്ന് അത് പ്രവർത്തിച്ചപ്പോ ഒരബദ്ധം പറ്റി. അവരുടെ കയ്യിലുണ്ടായിരുന്ന ബക്കറ്റിലെ വെള്ളം മുകളിലേക്ക് തെറിച്ചു പൊന്തിയതും അവന്റെ ദേഹത്ത് വീണു. അതോടെ അവന്റെ രൂപം അവിടെ ഉണ്ടായിരുന്ന പെൺകുട്ടികളടക്കം എല്ലാവരും കണ്ടു. ഒരു മനുഷ്യന്റെ ഔട്ട്ലൈൻ കണ്ടതും എല്ലാവരും ഒന്ന് ഭയന്നിരുന്നു. പക്ഷേ അവിടെ ഒരു രൂപമുണ്ട് എന്ന് മാത്രമേ അവർക്കൊക്കെ മനസ്സിലായുള്ളൂ. അതാരാണെന്നോ എന്താണെന്നോ ഒന്നും തിരിച്ചറിയാൻ സാധിച്ചതേയില്ല. ആ സംഭവം
ഒരു ചർച്ചാ വിഷയമായി. ഷാവുലിൻ എന്നു പേരുള്ള സാമന്റെ ഒരു കൂട്ടാളി, ഒരു അസിസ്റ്റന്റ് അവിടുത്തെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച് ആ ബാത്ത് ഹൗസിൽ നിന്ന് പുറത്തേക്കിറങ്ങി ഓടുന്ന ഡാസിയാങ്ങിന്റെ രൂപം മനസ്സിലാക്കിയെടുത്തു. ആ ഒരു നിമിഷത്തിൽ തന്നെ ഡാസിയാങ് ആയിരിക്കും മെറ്റിയോർ ക്രേറ്ററിന്റെ മുകളിലേക്ക് വീണ മനുഷ്യൻ എന്ന കാര്യം അവർ ഉറപ്പിച്ചിരുന്നു. വൈകാതെ ആ വിവരം സാമന്റെ ചെവിയിലെത്തി. വിവരം കേട്ടതും സാമൻ ഷാവോലിനെ നിർദ്ദേശം കൊടുത്തു. എത്രയും വേഗം ഡാസിങ്ങിനെ കണ്ടെത്തി പിടികൂടണം, എന്നിട്ട് ലാബിലേക്ക് കൊണ്ടുവരണം. ഇതേസമയം മറുവശത്ത് ഡാസിയാങ് ആകട്ടെ കൂടുതൽ കാര്യങ്ങളിലേക്ക് കടന്നിരുന്നു. അവന് പ്രണയം തോന്നിയ പെൺകുട്ടിയുണ്ടല്ലോ, ഷാവോക്വി എന്നായിരുന്നു അവളുടെ പേര്. ടൈഗർ എപ്പോഴും ഈ ഷാവോക്കിയുടെ പുറകെയുണ്ട്. ടൈഗറിന് വീണ്ടും ഒരു പണി കൊടുക്കാൻ അവൻ തീരുമാനിച്ചു. ഷാവോക്കിയുടെ വീട്ടിലേക്കായിരുന്നു ടൈഗർ പോയത്. അവിടുത്തെ ഫാൻ തനിയെ ഓണാക്കിയും വാതിലടച്ചും മറ്റു കാര്യങ്ങൾ ചെയ്തും പ്രേതബാധയുള്ള ഒരിടം പോലെ ടൈഗറിനെ തോന്നിപ്പിച്ച് ഭയപ്പെടുത്താൻ അവൻ ശ്രമിച്ചു. പക്ഷേ ടൈഗർ അങ്ങനെ അങ്ങ് ഭയപ്പെടുന്നുണ്ടായിരുന്നില്ല. ഒരു ഘട്ടത്തിൽ തന്റെ ഒരാളുടെ കോൾ വന്നതും ടൈഗർ അവിടെ നിന്ന് പുറത്തേക്കിറങ്ങി പോന്നു. ടൈഗർ പോയതും സന്തോഷിച്ച ഡാസിയാങ് ആകട്ടെ അവിടെ ഇരുന്ന് ചോളമെടുത്ത് അതങ്ങ് കഴിക്കുവാൻ ആരംഭിച്ചു. അപ്പോഴാണ് അങ്ങോട്ടേക്ക് ഷാവോക്കി കടന്നു കയറിയത്. വായുവിൽ ചോളം തനിയെ ഉയർന്നു നിൽക്കുന്നു. അതാരോ ഭക്ഷിക്കുകയും ചെയ്യുന്നു. അത് കണ്ടതും അക്ഷരാർത്ഥത്തിൽ ഷാവോക്കി ഭയന്നു. നേരെ ബോധം കെട്ട് താഴെ വീണു. ഡാസിയാങ് നേരെ അവളെ പൊക്കിയെടുത്തു. അവൾക്ക് വേറെ കുഴപ്പമൊന്നുമില്ലെന്ന് മനസ്സിലായതും അവളെ അവിടുത്തെ ബെഡ്റൂമിൽ കൊണ്ടുപോയി കിടത്തി പുതപ്പിച്ച് കൊടുക്കുകയും ചെയ്തു. പിന്നാലെ അവളുടെ അടുത്തിരുന്ന് അവളെ തലോടുകയും തന്റെ ഫീലിംഗ്സ് എക്സ്പ്രസ് ചെയ്യാൻ അവൻ ശ്രമിക്കുകയും ചെയ്തു. പെട്ടെന്നായിരുന്നു അത് സംഭവിച്ചത്. അപ്രത്യക്ഷമായിരുന്ന അവന്റെ ബോഡി വീണ്ടും പഴയ അവസ്ഥയിലേക്ക് തിരികെ എത്താൻ തുടങ്ങി. തൊട്ടു പിന്നാലെയായിരുന്നു അവനെ അന്വേഷിച്ച് അവന്റെ പുറകിൽ ഉണ്ടായിരുന്ന ഷാവോലിനും മിസ്റ്റർ സാമന്റെ ആളുകളും എത്തിച്ചേർന്നത്. ഡാസിയാങ്ങിനെ പിടികൂടി അവനെ ഒരു സെറം ഇഞ്ചക്ട് ചെയ്ത് മയക്കിക്കിടത്തി അവനെ അവർ അവരുടെ ലാബിലേക്ക് കൊണ്ടുപോയി. താൻ കണ്ട കാഴ്ചകളിൽ മിസ്റ്റർ സാമൻ വല്ലാതെ ത്രിൽഡ് ആയിരുന്നു. ഡാസിയാങ്ങിന്റെ ബ്ലഡ് സാമ്പിൾ എടുത്ത് അത് ചെക്ക് ചെയ്യാൻ സാമൻ നിർദ്ദേശം കൊടുത്തു. പിന്നാലെ ഡാസിയാങ്ങിനെ അവിടെ ഒരു സെല്ലിൽ അടച്ചു. ആ മുറിയിൽ കഴിയുമ്പോഴാണ് മറ്റൊരു അപ്രത്യക്ഷനായ മനുഷ്യനെ ഒരു ഭീതിയോടെ ഡാസിയാങ് പരിചയപ്പെടുന്നത്. ഷോജിയാൻ എന്നായിരുന്നു അവന്റെ പേര്. ഷോജിയാൻ തന്നെപ്പറ്റി അവനോട് വിശദീകരിച്ചു. മുമ്പ് മിസ്റ്റർ സാമനൊപ്പം സ്റ്റാൻഫോർഡിൽ പഠിച്ചുകൊണ്ടിരുന്ന വ്യക്തിയാണ് ഷോജിയാൻ. അവരുടെ റിസർച്ചിൽ അവരൊരു കാര്യം കണ്ടെത്തി. ഭൂമിയിൽ പതിച്ച ഒരു ഉൽക്കാശിലയോടൊപ്പം ചില ഏലിയൻ ബാക്ടീരിയകൾ കൂടി എത്തിയിട്ടുണ്ടെന്ന്. ആ ബാക്ടീരിയക്ക് മനുഷ്യന്റെ ജീനിനെ പുനർനിർമ്മിക്കാനും പല മാരക അസുഖങ്ങളും സുഖപ്പെടുത്താനും സാധിക്കും. അത് പൂർണ്ണമായി പഠിക്കുവാൻ വേണ്ടി ഇരുവരും ഒരു രഹസ്യ ലാബുണ്ടാക്കി അവിടെ റിസർച്ച് ചെയ്യാനും ആരംഭിച്ചു. അവർ ആ ബാക്ടീരിയയിൽ റിസർച്ച് നടത്തുമ്പോഴാണ് ഒരു കാര്യം വ്യക്തമായത്. ബാക്ടീരിയ ഒരു ജീവിക്കുമേൽ അപ്ലൈ ചെയ്താൽ അത് അപ്രത്യക്ഷമാകുന്നുണ്ട്. അതോടെ ഹ്യൂമൻ ട്രയൽ ചെയ്യാം എന്ന മട്ടിൽ മിസ്റ്റർ സാമൻ പറഞ്ഞു. പക്ഷേ അതിന്റെ ഭവിഷ്യത്തുകളും ബാക്കി കാര്യങ്ങളുമൊന്നും പഠിക്കാത്തതുകൊണ്ട് അത് റിസ്ക് ആണെന്നായിരുന്നു ഷോജിയാന്റെ അഭിപ്രായം. മിസ്റ്റർ സാമൻ അത് കേട്ടില്ല. സ്വയം ഇഞ്ചക്ട് ചെയ്യാനായിരുന്നു അയാളുടെ തീരുമാനം. ഷോജിയാൻ അത് തടയാൻ ശ്രമിച്ചു, വാക്കുതർക്കത്തിലും പിടിവലിയിലും. പക്ഷെ ഒരു അബദ്ധം പറ്റി. മിസ്റ്റർ സാമന്റെ കയ്യിലിരുന്ന് സെറമടങ്ങിയ ബാക്ടീരിയ അടങ്ങിയ ആ സിറിഞ്ച് ഷോജിയാന്റെ ദേഹത്തേക്ക് കുത്തിക്കയറി. പിന്നെ പറയണ്ടല്ലോ, ഷോജിയാന് അത് തന്നെ സംഭവിച്ചു. അവൻ അപ്രത്യക്ഷനായി. സാമന് അതിൽ വലിയ സന്തോഷം തോന്നി. റിസർച്ച് ഫലം കണ്ടിരിക്കുന്നു. താനെന്ത് ചിന്തിച്ചോ അത് നടന്നിരിക്കുന്നു. മനുഷ്യനെ അപ്രത്യക്ഷമാക്കാൻ സാധിക്കുന്നു. പക്ഷേ അപകടമുണ്ടായിരുന്നത് അവിടെയൊന്നുമായിരുന്നില്ല. ഷോജിയാനെ തിരികെ മനുഷ്യരൂപം കാണുന്ന രീതിയിലേക്ക് കൊണ്ടുവരാൻ അവർ ഒന്നിച്ചു ശ്രമിച്ചു. റെഡ് സിറം അവന്റെ ഞരമ്പുകളിലേക്ക് കുത്തിവെച്ചു. അപ്രത്യക്ഷ രൂപം മാറി. അവന്റെ രൂപം തെളിഞ്ഞു വന്നെങ്കിലും ഒരു നിമിഷം കൊണ്ട് വീണ്ടും അവൻ അപ്രത്യക്ഷനായി പോവുകയായിരുന്നു ചെയ്തത്. ഷോജിയാനെ തിരികെ പ്രത്യക്ഷപ്പെടുത്തുവാൻ അവർക്ക് സാധിച്ചില്ല. ഷോജിയാനാണെങ്കിൽ ലീഗലല്ലാത്ത പരീക്ഷണങ്ങൾ ചെയ്ത് തന്റെ അവസ്ഥ അങ്ങനെയാക്കിയതിന്റെ പേരിൽ സാമനോട് വലിയ ദേഷ്യം തോന്നി. അതുവരെ കണ്ടെത്തിയിരുന്ന വസ്തുക്കളും ബാക്ടീരിയയും എല്ലാം ഷോജിയാൻ നശിപ്പിച്ചു കളഞ്ഞു. ഈ വിവരം പുറത്തറിഞ്ഞാൽ പുറം ലോകത്തിനടുത്തെത്തിയാൽ തനിക്ക് വലിയ അപകടമാണ് എന്ന് മനസ്സിലാക്കിയ സാമൻ അപ്പോഴേക്കും സ്വയം ഉണ്ടാക്കിയെടുത്തിരുന്ന അസിസ്റ്റന്റുകളുടെയും മറ്റും സഹായത്തോടെ ഷോജിയാനെ ഒരു തടവറയിൽ അടച്ചു. പിന്നീട് അങ്ങോട്ടേക്ക് കൂടുതൽ ഏലിയൻ ബാക്ടീരിയകൾ കണ്ടെത്താനും റിസർച്ച് നടത്തി അതിൽ നിന്ന് പണം കൊയ്യാനും മറ്റ് കാര്യങ്ങൾക്കുമുള്ള ശ്രമത്തിലായിരുന്നു സാമനും സംഘവും. അങ്ങനെയുള്ള അന്വേഷണത്തിലാണ് അവർ ആ ഉൽക്കാശിലയുടെ അടുത്തേക്ക് എത്തിച്ചേർന്നതും. പക്ഷേ അത്
അവരുടെ കൺമുമ്പിൽ വെച്ച് തന്നെ നഷ്ടപ്പെട്ടു. ഷോജിയാൻ അവിടുണ്ടല്ലോ, പിന്നെ മിസ്റ്റർ സാമന് കൂടുതൽ പഠനങ്ങൾ നടത്താൻ എന്നെ എന്തിനാണ് ആവശ്യം എന്ന മട്ടിൽ തന്റെ സംശയം ഷോജിയാൻ അടുക്കൽ സാമൻ ചോദിച്ചു. അപ്പോഴാണ് ഷോജിയാൻ അക്കാര്യം പറയുന്നത്. ഞാൻ അപ്രത്യക്ഷനായ ശേഷം തിരികെ മനുഷ്യരൂപത്തിലേക്ക് പ്രത്യക്ഷപ്പെട്ടു വരുവാൻ എനിക്ക് സാധിച്ചില്ല. പക്ഷേ നിനക്കത് കഴിഞ്ഞു. അതെന്തുകൊണ്ടാണെന്ന് പഠനങ്ങൾ നടത്താനാകും അയാൾ നിന്നെ പിടിച്ചുകൊണ്ടുവന്നത്. നിന്റെ ബ്ലഡ് പരിശോധിച്ച് അതിൽ നിന്ന് പഠിച്ച് എല്ലാ രോഗങ്ങളും സുഖപ്പെടുത്തുന്ന ആ ഒരു മരുന്നുണ്ടാക്കാനാവും അയാൾ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതേസമയം മറുവശത്ത് ഡോങ്സിയെ അന്വേഷിച്ച് ഒരു സീക്രട്ട് ഏജന്റ് എത്തി. സ്മിത്ത് എന്നാണ് അയാളുടെ പേര്. ഡാസിയാങ്ങിനെ ട്രാക്ക് ചെയ്തുകൊണ്ടിരുന്ന അയാൾ ഡാസിയാങ്ങിനെ കാണാതായതിൽ പിന്നെ അന്വേഷിച്ച് അങ്ങോട്ടേക്ക് എത്തിച്ചേർന്നതായിരുന്നു. പക്ഷേ ഡോങ്സിക്ക് ഡാസിയാങ് എവിടെയാണെന്നറിയില്ല. ഷാവോക്കിയുടെ അടുത്തുണ്ടെങ്കിലോ എന്ന് ചിന്തിച്ച് അവൻ അതന്വേഷിക്കാൻ ഷാവോക്കിയുടെ ഇടത്തെത്തി. പക്ഷേ ഷാവോക്കിക്കും ഡാസിയാങ് എവിടെയാണ് എന്നൊരു ഐഡിയയും ഉണ്ടായിരുന്നില്ല. മിസ്റ്റർ സ്മിത്തും ഡോങ്സിയുടെ കൂടെ ഉണ്ടായിരുന്നു. സ്മിത്ത് ഒട്ടും മടിച്ചില്ല. ഇരുവരെയും പിടിച്ചുകെട്ടി അവിടെ ബന്ദികളാക്കി വെച്ചു. ഇതേസമയം മറുവശത്ത് ജയിലിൽ ഡാസിയാങ്ങും ഷോജിനും അടച്ചുപൂട്ടപ്പെട്ടിരിക്കുകയാണല്ലോ. തന്റെ മെക്കാനിക്കൽ സ്കില്ലുപയോഗിച്ച് ലോക്ക് തകർത്ത് പുറത്തു കടക്കാൻ ഡാസിയാങ് ശ്രമിച്ചു. പക്ഷെ അത് വിജയം കണ്ടില്ല. ഷോജിൻ പറഞ്ഞു, അല്ലെങ്കിലും ഇതുവഴി നിനക്ക് രക്ഷപ്പെട്ടു പോവാൻ പറ്റില്ല. പുറമെ ഗാർഡുകളുണ്ട്, അവർ നിന്നെ കണ്ടുപിടിക്കും. ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകാനുള്ള ഒരേ ഒരു വഴി ദാദാ കാണുന്ന എയർവെന്റ് വഴിയാണ്. അത് തുറന്ന് അതുവഴി പുറത്തു കടക്കാൻ പറ്റും. അത് കൊള്ളാമല്ലോ എന്ന് അവനും തോന്നി. അങ്ങനെ ഷോജിനിന്റെ സഹായത്തോടെ അവരാ എയർ വെന്റിലേഷൻ ത്തിലേക്ക് കടന്നു. അതുവഴി പോയി നേരെ ലാബിലേക്കും എത്തിച്ചേർന്നു. ഡാസിയാങ്ങിനോട് അവിടുള്ള ലോക്കർ തുറന്ന് അതിലുള്ള റിസർച്ച് പേപ്പേഴ്സ് ഒക്കെ എടുക്കാൻ ഷോജിൻ ആവശ്യപ്പെട്ടു. ആ എവിഡൻസ് വെച്ച് സാമന്റെ ഇല്ലീഗൽ ആക്ടിവിറ്റീസ് പുറം ലോകത്തെ അറിയിക്കാം. പക്ഷേ താൻ അതിലൊന്നും പങ്കാളിയാവാനില്ലെന്നും എനിക്കിവിടെ നിന്നെങ്ങനെയെങ്കിലും രക്ഷപ്പെട്ട് പുറത്തു പോയാൽ മതി, ഈ പ്രശ്നങ്ങളിൽ തലയിടാൻ താനില്ല എന്നുമായിരുന്നു ഡാസിയാങ്ങിന്റെ മറുപടി. അതിന്റെ പേരിൽ ഇരുവരും വാക്കുതർക്കത്തിലേർപ്പെട്ടു. നീ വെറും സ്വാർത്ഥനാണ് എന്ന മട്ടിൽ ഷോജിയാൻ പറഞ്ഞു. ഡാസിയാങ്ങും വിട്ടുകൊടുത്തില്ല. ഈ എക്സ്പെരിമെന്റുകൾക്കൊക്കെ തുടക്കം വെക്കാൻ ഒരു കാരണം നീയുമല്ലേ, നീ കാരണം ഇതൊക്കെ സംഭവിച്ചത് എന്ന മട്ടിൽ ഷോജിയാനെ ഡാസിയാൻ കുറ്റപ്പെടുത്തി. പെട്ടെന്നാണ് പുറത്തുനിന്നും കാലൊച്ചി അവർ കേൾക്കുന്നത്. അതോടെ അവർ ആർഗ്യുമെന്റ്സ് നിർത്തി. ഷോജിയാൻ ഡാസിയാങ്ങിനെ സഹായിച്ച് വീണ്ടും എയർ വെന്റിലേറ്ററിലേക്ക് കയറ്റി. ശേഷം തന്റെ വസ്ത്രം ഊരിക്കളഞ്ഞ് പൂർണ്ണമായി അപ്രത്യക്ഷനായി നിന്നു. സാമം പിന്നാലെ തന്റെ അസിസ്റ്റന്റ് ഡാനിയയുമായി ആ മുറിയിലേക്ക് എത്തി. അവിടെ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാനുള്ള കാര്യങ്ങളിലേക്ക് കടന്നു. ഇതെല്ലാം അപ്രത്യക്ഷനായി അവിടെ നിൽക്കുന്ന ഷോജിയാൻ നോക്കിക്കാണുന്നുണ്ട്. തന്നെ അത്രനാളും തടവറയിലിട്ട് ഈ കുറ്റകൃത്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സാമനോട് ഷോജിയാന് കനത്ത ദേഷ്യം തോന്നുന്നുണ്ടായിരുന്നു. ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കെ ഡാസിയാങ് അബദ്ധത്തിൽ നീങ്ങുന്ന ശബ്ദമുണ്ടാക്കി. അതോടെ സാമന് സംശയം തോന്നി. അയാൾ ഞെട്ടിത്തിരിഞ്ഞു നോക്കി. ശ്രദ്ധ തെറ്റിക്കാൻ ഷോജിയാൻ പെട്ടെന്ന് പേന വലിച്ചെറിഞ്ഞ് ഒരു ശ്രദ്ധാമാറ്റം പോലും തീർത്തു. പക്ഷെ അത് സാമന്റെ സംശയം കനപ്പിച്ചതേയുള്ളൂ. ഡാനിയയെ അവരെ പാർപ്പിച്ചിരിക്കുന്ന സെല്ല് പരിശോധിക്കാൻ വേണ്ടി സാമൻ പറഞ്ഞയച്ചു. ഡാനി ഇറങ്ങിയതും സാമൻ അവിടുത്തെ ഫയർ എക്സ്റ്റിംഗ്വിഷർ എടുത്ത് അവിടെ സ്പ്രേ ചെയ്തു. ഷോജിയാന്റെ രൂപം അവിടെ കണ്ടതും അതുപയോഗിച്ച് ഷോജിയാനെ ആക്രമിക്കാൻ മിസ്റ്റർ സാമൻ ശ്രമിച്ചു. ഷോജിയാൻ വെറുതെ ഇരിക്കുമോ? ഷോജിയാനും തിരികെ ആക്രമിച്ചു. പക്ഷേ ആക്രമണത്തിനിടയിൽ ഷോജിയാൻ സാമന്റെ കഴുത്ത് പിടിച്ചപ്പോ കയ്യിൽ കിട്ടിയ പേന കൊണ്ട് ഷോജിയാന്റെ ശരീരത്തിലേക്ക് സാമൻ ആഴത്തിൽ കുത്തി. ആ കുത്തേറ്റ് ഷോജിയാനെ സാരമായി പരിക്കേറ്റു. ഷോജിയാന്റെ കഴുത്തിലായിരുന്നു ആ കുത്തുകൊണ്ടത്. ചോര വാർന്നൊഴുകി. അതോടെ ഷോജിയാന്റെ രൂപം പ്രത്യക്ഷമായി. വൈകാതെ ഷോജിയാൻ ഈ ലോകത്തോട് വിട പറഞ്ഞു. ഇതെല്ലാം ഒരു ഞെട്ടലോടെ ഡാസിയാങ് നോക്കിക്കാണുന്നുണ്ടായിരുന്നു. തന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ ഷോജിയാൻ അവന്റെ ജീവൻ തന്നെ ബലി നൽകിയിരിക്കുന്നു. സാമൻ തന്നെ പിടികൂടുന്നതിനു മുമ്പ് അവിടെ നിന്ന് രക്ഷപ്പെട്ട് പുറത്തു കടക്കാൻ ഡാസിയാങ് ശ്രമിച്ചു. ഒടുവിൽ അവൻ പുറത്തെത്തി. തന്നെ സെർച്ച് ചെയ്യുന്ന സ്മിത്തിന്റെ മുമ്പിലേക്കായിരുന്നു ഡാസിയാങ് എത്തപ്പെട്ടത്. ഡാസിയാങ്ങിനെ മനസ്സിലാക്കിയ സ്മിത്ത് ഒട്ടും മടിക്കാതെ അവനെ ഇടിച്ച് ബോധം കെടുത്തി. പിന്നാലെ അവനെ പൊക്കിക്കൊണ്ടുപോയി. ഷാവോക്കിയുടെ വീട്ടിലേക്കായിരുന്നു ഡാസിയാങ്ങിനെയും സ്മിത്ത് കൊണ്ടെത്തിച്ചത്. അവിടെ അവനെയും അയാൾ ബന്ദിയാക്കി വെച്ചു. ഡാസിയാങ് കയ്യിലകപ്പെട്ടതും സ്മിത്ത് തന്റെ സുപ്പീരിയറെ വിളിച്ചു. സുപ്പീരിയർ ഡാസിയാങ്ങിന്റെ ബ്ലഡ് കളക്ട് ചെയ്യാൻ സ്മിത്തിന് നിർദ്ദേശം നൽകി. സ്മിത്തിന്റെ ബ്രീഫ് കേസ് ഡോങ്സിയുടെ ഇടത്ത് വെച്ച് മറന്നുപോയിരുന്നു. അതെടുക്കാനായി സ്മിത്ത് അങ്ങോട്ടേക്ക് തിരിച്ചു. ആ പോവലിലാണ് സ്മിത്ത് ടൈഗറുമായി കൂട്ടിയിടിക്കുന്നത്. താഴെ വീണ ടൈഗറെ സ്മിത്ത് ഒന്ന് വിരട്ടി. ക്ഷമ പോലും ചോദിച്ചില്ല. പിന്നാലെ അവിടെ നിന്ന് വീണ്ടും മുമ്പിലേക്ക് ഓടി. ഡോങ്സിയുടെ ഇടത്തേക്ക് സ്മിത്ത് എത്തുമ്പോ അതിനോടകം അവിടെ വന്ന് സാമന്റെ ആളുകൾ മടങ്ങുന്നുണ്ടായിരുന്നു. ഇതേസമയം ഷാവോക്കിയുടെ വീട്ടിലേക്കായിരുന്നു ടൈഗർ വന്നത്. അവൾക്ക് കുറച്ച് ഫുഡും
അയാൾ കൊണ്ടുവന്നിരുന്നു. ടൈഗറിന് വാണിംഗ് കൊടുക്കാനും മറ്റും ഡാസിയാങ്ങും മറ്റും ശ്രമിച്ചു. പക്ഷേ ഒരു ശബ്ദമുണ്ടാക്കാൻ പോലും അവർക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. അവരുടെ വായ സ്മിത്ത് ബന്ധിച്ചിരിക്കുകയായിരുന്നു. പുറത്തേക്ക് വന്ന ടൈഗർ പോയി കൂട്ടിയിടിച്ചതാകട്ടെ സാമന്റെ ആളുകളുടെ ദേഹത്തായിരുന്നു. അവർ ടൈഗറെ ഇടിച്ച് താഴെയിട്ടു. പിന്നാലെ മുമ്പോട്ടേക്ക് പോയി. കിളിവാറിയ അവസ്ഥയിൽ ടൈഗർ താഴെ തന്നെ ഇരുന്നു. അന്വേഷണത്തിനൊടുവിൽ സാമന്റെ ആളുകൾ ഷാവോക്കിയുടെ വീട്ടിലേക്കും എത്തിച്ചേർന്നു. അവിടെ ബന്ധനാവസ്ഥയിൽ ഉണ്ടായിരുന്ന ഡാസിയാങ്ങിനെയും മറ്റും അവർ കണ്ടെത്തി. അവർ മൂവരെയും ഒരേപോലെ പിടിച്ച് ബന്ദിയാക്കി അവർ ലാബിലേക്ക് കൊണ്ടുപോയി. ലാബിൽ കിടത്തി എന്തൊക്കെയോ ടെസ്റ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പാതി മയക്കത്തിൽ ഡാസിയാങ് താൻ ഷാവോക്കിയെ വിവാഹം കഴിക്കുന്നതായി സ്വപ്നം കണ്ടു. സ്വപ്നത്തിൽ അവനറിയാവുന്ന എല്ലാവരും ചുറ്റിലുമുണ്ട്. എന്തിനേറെ പറയുന്നു, ഏജന്റ് സ്മിത്ത് പോലും ഉണ്ട്. കൃത്യം ആ സമയത്താണ് സ്മിത്ത് ആയുധവുമായി അങ്ങോട്ടേക്ക് കടന്നെത്തുന്നത്. അയാൾ അവിടെ ആക്രമണം ആരംഭിച്ചു. ഡാനിയയുമായി ശക്തമായൊരു ഫൈറ്റ് തന്നെ സ്മിത്തിന് നടത്തേണ്ടി വന്നു. ഡാനിയ ഒരു മാർഷൽ ആർട്സ് എക്സ്പേർട്ട് ആയിരുന്നു. ഈ ഫൈറ്റ് നടക്കുന്നതിനിടയിൽ പെട്ടെന്ന് ഡാസിയാങ്ങിന്റെ രക്തമെടുക്കാൻ മിസ്റ്റർ സാമൻ ശ്രമിച്ചു. പക്ഷേ സ്മിത്ത് അയാളെ വെടിവെച്ചു. ഒരു തരത്തിൽ തന്റെ സ്വബോധത്തിലേക്ക് വന്ന ഡാസിയാങ് തന്നെ കിടത്തിയിരുന്നിടത്തു നിന്ന് താഴേക്കിറങ്ങി. ശേഷം അവിടെ നിന്നും ഷാവോക്കിയുടെയും ഡോങ്സിയുടെയും അടുത്തേക്ക് ചെന്നു. അപ്പോഴാണ് അവിടെ താഴെ കിടന്ന ഒരു പേപ്പർ കഷ്ണം അവൻ കണ്ടത്. അതിൽ പറയുന്ന കാര്യങ്ങൾ ഇല്ലീഗൽ റിസർച്ചിനെ പറ്റിയായിരുന്നു. ഷോജിയാനെ പറ്റി അപ്പോൾ അവൻ ഓർത്തു. ഷോജിയാൻ ആ ഇല്ലീഗൽ റിസർച്ച് തടയാനും സാമന് പരമാവധി ശിക്ഷ വാങ്ങിക്കൊടുക്കാനും ആഗ്രഹിച്ചിരുന്നു. നിലവിൽ ഇതെല്ലാം അവസാനിപ്പിക്കാൻ പറ്റുന്നത് തനിക്കാണെന്നും താനത് ചെയ്യണം എന്നും ഡാസിയാങ്ങിന് തോന്നി. അതിനായി ഇറങ്ങുന്നതിനു മുമ്പ് ഷാവോക്കിയോട് തന്റെ ഫീലിംഗ്സ് പറയാൻ വേണ്ടി അവൻ ശ്രമിച്ചെങ്കിലും അവൻ പറയുന്നതിനു മുമ്പേ ഷാവോക്കി അവനെ ചുംബിച്ചു. ഷാവോക്കിക്ക് അവനോട് ആദ്യം തൊട്ട് ഇഷ്ടമുണ്ടായിരുന്നു എന്നപ്പോൾ വ്യക്തമാകുന്നുണ്ട്. പെട്ടെന്ന് ഷാവോക്കി അങ്ങനെ ഉമ്മ വെച്ചപ്പോ അവന്റെ ഹൃദയമിടിപ്പ് വർദ്ധിച്ചു. വൈകാതെ അവൻ വീണ്ടും അപ്രത്യക്ഷനാവാൻ തുടങ്ങി. തന്റെ പവർ തിരികെ കിട്ടിയതും അവൻ ആക്രമണം നടക്കുന്നിടത്തേക്ക് ചെന്ന് സാമന്റെ ആളുകളെ എതിരിടാൻ തീരുമാനിച്ചു. പൂർണ്ണമായി അപ്രത്യക്ഷനായി അങ്ങോട്ടേക്കെത്തിയ അവൻ സാമന്റെ ആളുകളുമായി ഫൈറ്റ് ചെയ്തു. ഇതേസമയം ഷോൾഡറിൽ വെടിയേറ്റ മിസ്റ്റർ സാമൻ ലോക്കറിലുള്ള തന്റെ റിസർച്ച് ഡാറ്റയും എടുത്തുകൊണ്ട് അവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള ശ്രമത്തിലായിരുന്നു. ഡാസിയാങ് അങ്ങോട്ടേക്ക് കടന്നെത്തി സാമനെ തടഞ്ഞു. ഡാസിയാങ് പിന്നാലെ മുമ്പോട്ടേക്ക് നടന്ന് സ്മിത്തും ഡാനിയയും ഫൈറ്റ് ചെയ്യുന്നിടത്തെത്തി. തങ്ങളുടെ ഡാറ്റകൾ ഡാസിയാങ്ങിന്റെ കയ്യിൽപ്പെട്ട കാര്യം സാമൻ ഡാനിയയോട് പറഞ്ഞു. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് എത്തിച്ചേർന്നിരുന്ന ഡാസിയാങ് സാമനെ ആക്രമിക്കാൻ തുടങ്ങിയിരുന്നു. സാമനെ ഒന്നുകൂടി അടിച്ചിട്ട് ഡിസ്കുമായി അവിടെ നിന്നവൻ പോവാൻ തുടങ്ങി. സ്മിത്തും ഡാനിയയും അത് കണ്ടതും അവർ ആ ഡിസ്കിന്റെ പിന്നാലെ ഓടി. ഡാനിയാകട്ടെ ഒരു ട്രക്ക് എടുത്ത് സൈക്കിളെടുത്ത് വേഗത്തിൽ അവിടെ നിന്ന് പോകുന്ന ഡാസിയാങ്ങിന്റെ പിന്നാലെ ചെല്ലാൻ ആരംഭിച്ചു. ജനങ്ങൾക്കിടയിലൂടെ നഗരത്തിലൂടെ ആളില്ലാ സൈക്കിൾ ഓടിപ്പോയപ്പോ ജനങ്ങൾ അമ്പരന്നിരുന്നു. ഡാസിയാങ് ഒടുവിൽ ചെന്നെത്തിയത് ടൈഗറിന്റെ ഗാംബ്ലിംഗ് ഹൗസിലേക്കാണ്. അവനെ പിന്തുടർന്ന് സ്മിത്തും ഡാനിയയും അങ്ങോട്ടേക്ക് വന്നിരുന്നു. നേരത്തെ ടൈഗർ ഇടിച്ചിട്ട വ്യക്തികളാണല്ലോ ഇപ്പോൾ അവിടെ ഉള്ളത്. ടൈഗർ ഡാസിയാങ്ങിനെ സഹായിക്കാൻ വളരെയധികം ഒരുക്കമായിരുന്നു. ദേഷ്യത്തോടെ സ്മിത്തിനെയും ഡാനിയയെയും ടൈഗർ തന്നെ എതിരിട്ടു. ഡാസിയാങ്ങും വേണ്ട കാര്യങ്ങൾ ചെയ്തു. ഫ്ലോപ്പി ഡിസ്ക് അടക്കം ടൈഗറിന്റെ അടുത്തെത്തി. ആ വിവരങ്ങൾ പോലീസിനും മറ്റും കൊടുത്തതോടെ ഇല്ലീഗൽ റിസർച്ചും മറ്റും തകർത്ത ഹീറോവായി ടൈഗർ മാറുകയായിരുന്നു. അപകടങ്ങളൊക്കെ മാറിയതും ഡാസിയാങ്ങും ഷാവോക്കിയും ഒഫീഷ്യലി കപ്പിൾസായി. ഷാവോക്കി അവനെ ചുംബിച്ചാൽ അവൻ അപ്പോൾ തന്നെ മനുഷ്യരൂപത്തിലേക്ക് വരും. വീണ്ടും ചുംബിച്ചാലോ വീണ്ടും അപ്രത്യക്ഷനാകും. ഗവൺമെന്റുമായി സഹകരിച്ച് റിസർച്ച് മുമ്പോട്ടേക്ക് കൊണ്ടുപോകാൻ ഡാസിയാങ് ഒരുക്കമാണ് എന്ന് വാർത്തകൾ വരുന്നിടത്ത് ചലച്ചിത്രം അവസാനിക്കുന്നു. രസകരമായ ഈ ഒരു ചലച്ചിത്രം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.